നമസ്കാരം. A1 വാർത്തയിലേക്ക് സ്വാഗതം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്തിന്റെ തീരുമാനങ്ങൾ തികച്ചും ഏകപക്ഷീയമാണെന്നും പൊതുചർച്ചകളോ കൂടിയാലോചനകളോ ഇല്ലാതെ ഭരണസമിതി തോന്നും വിധം കാര്യങ്ങൾ നടപ്പാക്കുകയും അബദ്ധം മാത്രം അവസാനം വരുത്തി തീർക്കുകയും ചെയ്ത് പൊതുഖജനാവിന് നഷ്ടക്കണക്കുകൾ സമ്മാനിക്കുകയും മാത്രമാണ് 3.5 വർഷക്കാലമായി നടപ്പാക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഉദാഹരണ സഹിതമാണ് ഈ ആരോപണങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അവർ വിശദീകരിച്ചത്. അപ്പാരൽ പാർക്കിന്റെ ശോച്യാവസ്ഥ, ചെറുപുഴ ടൗണിലെ ട്രാഫിക് പരിഷ്കരണത്തിന്റെ അപാകത, നിലാവ് പദ്ധതി, ടൗണിലെ പാർക്കിംഗ് സംവിധാനത്തിലുള്ള അപാകത, പഴശ്ശിയിൽ യാതൊരു മുന്നൊരുക്കവും കൂടാതെ കരാറുകാരന്റെ താൽപര്യാർത്ഥം ജലജീവൻ പദ്ധതിക്കായി ഗ്രാമീണ റോഡുകൾ വെട്ടിക്കീറുകയും തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി മെയ് 20-ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പാടികൊട്ടിച്ചാൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ, DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, INTUC ഭാരവാഹി സലിം തേക്കാട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, ലൈസമ്മ പനക്കൽ, ജോയ്സ് ഷാജി, ഷാൻഡി ജോർജ് തുടങ്ങിയവർ അറിയിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുവാനും അതോടനുബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സമരപരിപാടിയെപ്പറ്റി വിശദീകരിക്കുന്നതുമാണ് നിങ്ങളുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത്. 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിനായി മാറ്റിവെച്ച തുകയിൽ 98 ലക്ഷത്തിലധികം രൂപ സ്പിൽ ഓവറായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷം പുറകോട്ട് വലിക്കുന്ന ഒരു സ്ഥിതിയായിട്ടാണ് നിലവിൽ ഈ തീരുമാനം വന്നിട്ടുള്ളത്. ഈ 1 കോടി രൂപയോളം സ്പിൽ ഓവറായാൽ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതിയിൽ 1 കോടി രൂപ കുറയുന്ന സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരള ഗവൺമെൻറ്റിനെ രക്ഷിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം വരുത്തിവെച്ച ഒരു കെണിയായി, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിച്ച വലിയ വഞ്ചനയായി ഇത് കാണേണ്ടി വരും. അതല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ വിഷയം കാണേണ്ടി വരും. എന്തൊക്കെയായാലും 19 വാർഡുകളിൽ മിക്ക വാർഡുകളിലും ഈ സ്പിൽ ഓവർ വലിയ സംഖ്യ വന്നിട്ടുണ്ട്. വിശിഷ്യ UDFൻ്റെ മെമ്പർമാരുള്ള വാർഡുകളിലാണ് കൂടുതൽ തുക ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യാതെ ബാക്കി കിടക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുള്ള കാര്യമാണ്. ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസിൻ്റെ മെമ്പർമാർ അങ്ങേയറ്റം അവരുടെ വ്യക്തിപരമായ രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെടുകയും നിരന്തരം കോൺട്രാക്ടർമാരുടെ വീടുകളിൽ പോലും പോയി സന്ദർശിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഈ പണികളൊന്നും നടത്താൻ ഉള്ള നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നില്ല. പണി നടത്താത്ത കരാറുകാർക്കെതിരെ നിയമ വ്യവസ്ഥ അനുസരിച്ച് പല നടപടികളും ചെയ്യാൻ സാധിക്കും എന്നിരിക്കെ അത്തരത്തിലുള്ള ഒരു നടപടിയും ഈ പഞ്ചായത്ത് എടുക്കുന്നില്ല എന്നുള്ളതും എന്തോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ പണി നടത്താത്ത വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ 20-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു ബഹുജന മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഈ പഞ്ചായത്തിലെ ഈ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് മാർച്ച് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായ ആഴ്ചകളാണ് കടന്നുപോയത്. പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് വാഹനം
വാഹന ഗതാഗതം നടക്കാത്തത് കാരണം കുടിവെള്ളം എത്തിക്കാൻ പോലും പ്രയാസം അനുഭവിക്കുകയും ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അത്തരം നിരവധിയായ കുടുംബങ്ങളിലെ ആളുകൾ ഞങ്ങളെയൊക്കെ വിളിച്ച് ഈ വിഷമം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, പൊതുവെ ഈ 3.5 വർഷമായി LDFിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപുഴ ഭരണസമിതി ഭരണരംഗത്ത് ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ നിലാവ് പദ്ധതിയുടെ പേരിൽ ഈ പഞ്ചായത്ത് മുഴുവൻ വെളിച്ച വിപ്ലവം കൊണ്ടുവരും എന്ന് കൊട്ടിഘോഷിച്ച് പറയുകയും നമ്മുടെ MP അനുവദിച്ച മിനിമാസ് ഡേറ്റ് അതിൻ്റെ മറവിൽ ഉപേക്ഷിക്കുകയും MPയെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക വരെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നിലാവ് പദ്ധതി ഒരു തരത്തിലും ഇവിടെ ഗുണകരമായ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. കേടുപാട് വന്ന ലൈറ്റുകൾ നന്നാക്കുവാനോ അതുപോലെ തന്നെ ചെറുപുഴ ടൗണിൽ തന്നെ ഉള്ള നിലവിലുള്ള ഹൈമാസ് ലൈറ്റ് നന്നാക്കുവാനോ ഭരണസമിതി മുൻകൈയെടുക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു നിസ്സംഗ നിലപാടാണുള്ളത്. അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ഥലം ഗവൺമെൻറ് എഴുതി കൊടുത്തു. ബാക്കി 2 ഓഫീസുകൾ എവിടെ വെക്കണം എന്നുള്ള കാര്യത്തിലും പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം പറയാത്ത അവസ്ഥ നിലവിലുണ്ട്. മൊത്തത്തിലുള്ള ഇത്തരം നടപടികൾക്കെതിരെ ഉള്ള ബഹുജന സമരം ഞങ്ങൾ ഇന്ന് അറിയിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം അതിലുണ്ടാകും. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കഴിഞ്ഞ 3.5 വർഷത്തിന് മുമ്പ് 3.5 വർഷമായി ശ്രീ അലക്സാണ്ടർ മാഷ് നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആ പഞ്ചായത്ത് അധികാരമേറ്റത്. എന്നാൽ ആ വാഗ്ദാനങ്ങൾ ഒന്നും നടത്തുന്ന കാലത്ത് അത് ജമീലിൻ്റെതായാലും റോഷി ജോസിൻ്റെതായാലും ആ കാലഘട്ടങ്ങളിൽ ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തത്തക്ക നിലയിൽ സർക്കാരുമായി സഹകരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ച് പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഈ പഞ്ചായത്തും കഴിഞ്ഞ 7.5 വർഷമായി ഭരിക്കുന്ന ഈ പിണറായി സർക്കാരും കൂട്ടി അവരുടെ സഹായത്തോടു കൂടി ഒരു പദ്ധതിയും ഒരു പരിപാടിയും നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് എടുത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അവർ പറഞ്ഞ പലതും നമ്മുടെ ഈ ചെറുപുഴ മിനി സ്റ്റേഡിയം 2 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ വാർത്തകളിലുണ്ട്. മാസങ്ങളായി ആ പണി എവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ സ്ത്രീകൾക്ക് വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്ന അല്പമെങ്കിലും ഒരാശ്വാസം നൽകുന്ന കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കി വരുന്ന അപ്പാരൻ പദ്ധതി പാർക്കിൻ്റെ അവസ്ഥ അത് പൂട്ടിക്കിടക്കുകയാണ്. അല്പമെങ്കിലും ആശ്വാസം നൽകി ഈ കാലഘട്ടത്തിൽ അല്പമെങ്കിലും ആശ്വാസം കൊടുക്കുന്ന ഒരു തൊഴിൽ നൽകുന്ന പദ്ധതിയൊക്കെ ഇന്ന് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുപുഴ പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ മലയോര ഗ്രാമത്തിൻ്റെ ഹൃദയം എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ സ്ഥലത്ത് ഒരു ഹൈമാസ് ലൈറ്റ് ടൗണിൽ തന്നെ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അത് എന്താ പറയുക, മെഴി അണച്ചിട്ട് ദിവസങ്ങളായി യാതൊരു നടപടിയും എടുത്തില്ല. ആ പഞ്ചായത്താണ് ഈ രാജ്ഭവൻ ഉണ്ണിത്താൻ അനുവദിച്ച 5 മിനിമാസ് ലൈറ്റ് വേണ്ട എന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചത് എന്നും കൂടി നിങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള തികഞ്ഞ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിച്ചം, ഈ നിലാവ് പദ്ധതി ഇവിടെ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തും ഒരു തെരുവ് വിളക്ക് കത്തുന്ന സ്ഥിതി ഇല്ല. അതുപോലെ തന്നെ ട്രാഫിക് പരിഷ്കരണം. ഈ ചെറുപുഴ പട്ടണം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സ്ഥാപനം. ഒരുപാട് ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും അനുദിനം അപകടങ്ങൾ കൂടി വരികയാണ്. എന്നാൽ അതിനനുസരിച്ച് ഒരു ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ പഞ്ചായത്ത് പരാജയപ്പെട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ആപൽക്കരവും ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 20-ാം തീയതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, അതിനനുവദിച്ച പണം ഇപ്പോൾ ചെലവഴിച്ചില്ലെങ്കിൽ ആ ഫണ്ട് ലാപ്സായി പോയാൽ അടുത്ത പദ്ധതിയിൽ ആ പണം കുറച്ച്, അത് നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ആ പണം കൂടെ കുറച്ചിട്ടാണ് പിന്നെ അനുവദിക്കുക. അപ്പം നമുക്ക് വലിയ നഷ്ടമാണ് വരിക. അതുപോലെ അത് പ്രത്യേകമായി പറയുന്നത് വെച്ചാൽ പഞ്ചായത്ത് UDFിൻ്റെ മെമ്പർമാർ, കോൺഗ്രസിൻ്റെ മെമ്പർമാരുള്ള വാർഡിലാണ് കൂടുതലായി അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ
ഈ മെമ്പർമാരുടെ കഴിവ് കുറവാണ് അല്ലെങ്കിൽ കഴിവുകേടാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ പണി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള ഈ അനാസ്ഥക്കെതിരെ, വികസന വിരുദ്ധ നടപടിക്കെതിരെ ഞങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. 24 വർഷത്തെ വാർഷിക പദ്ധതിയിലെ റോഡുകൾ ചെയ്യാത്തതിൽ സംബന്ധിച്ച് നടത്തുന്ന പ്രതിപക്ഷ സമരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഈ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി, വിവിധ ഭരണസമിതികൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ചരിത്രം എടുക്കുമ്പോൾ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് വലിയൊരു സ്പിൽ ഓവർ തുക കടന്നു വരുന്നത്. വികസന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു നാടിൻ്റെ വികസനം പ്രധാനമായിട്ടും ആ നാട്ടിലുള്ള ആളുകൾക്ക് വെള്ളവും വഴിയും വെളിച്ചവും ഒക്കെ കൊടുക്കുമ്പോഴാണ് വികസനം പൂർത്തി ആകുന്നത്. ഇവിടെ ഈ 3 കാര്യങ്ങളിലും വേണ്ടത്ര വികസനം ഇതുവരെ വന്നിട്ടില്ല. അതിൽ ആദ്യമായിട്ടാണ് റോഡിൻ്റെ കാര്യത്തിലുള്ള പ്രവൃത്തികൾ സ്പില്ലോവറിലേക്ക് പോകുന്നത്. ഈ ഒരു 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രവൃത്തി പൂർത്തീകരണം നടക്കേണ്ടത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിലാണ്. മാർച്ച് മാസം ആകുന്നതിന് മുന്നോടി തന്നെ പല റോഡുകളും, എണ്ണത്തിൽ കൂടിയ റോഡുകൾ വന്ന സാഹചര്യത്തിൽ ഭരണസമിതിയിൽ ഞങ്ങൾ 6 മെമ്പർമാർ നിർദ്ദേശം വെച്ചിട്ടുള്ളതായിരുന്നു, മാർച്ചിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ റോഡുകളുടെയൊക്കെ പൂർത്തീകരണം നൽകണമെന്ന്. ആ സമയം എന്തുകൊണ്ടോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഭരണപക്ഷത്തുള്ളവർ കാര്യമായിട്ട് എടുക്കാതെ തള്ളി കളയുന്ന സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് കഴിഞ്ഞ് ഇലക്ഷൻ നടപടിക്രമങ്ങൾക്ക് മുന്നോടി ആ സമയത്ത് ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന മുന്നോട്ട് പോയതും കരാറുകാരുടെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഏകദേശം 3ഓളം യോഗങ്ങൾ, കരാറുമായിട്ട് സംബന്ധിക്കുന്ന യോഗങ്ങൾ ചെറുപുഴ പഞ്ചായത്തിൽ വെച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. വിരലിലെണ്ണാവുന്ന കരാറുകാർ മാത്രമേ ആ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൂ. അന്ന് ചേർന്ന യോഗങ്ങളിലൊക്കെ നിശ്ചിത ഡേറ്റ് കരാറുകാർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ ഡേറ്റുകളിലൊന്നും പണി പൂർത്തിയാക്കാനോ ഇല്ലെങ്കിൽ തുടങ്ങുവാനോ കരാറുകാരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കരാറുകാർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പഞ്ചായത്ത് നിന്ന് അറിയിച്ചത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാങ്കേതിക തടസ്സമുണ്ട്. ആ സാങ്കേതിക തടസ്സം എന്താണെന്നുള്ളത് ഭരണസമിതിയിൽ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഈ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരെ തന്നെ സ്വയം വിട്ടൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അടുത്ത ആളുകൾക്ക് ഈ കരാറ് ഏൽപ്പിക്കാം എന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുച്ചക്ര വാഹനം പോലും കയറി ചെല്ലാൻ പറ്റാത്ത പല റോഡുകളാണ് നിങ്ങളുടെ പലവിധ ഈ 19 വാർഡുകളിലായിട്ട് ഉള്ളത്. ആ റോഡിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പം നിലവിൽ വളരെയധികം യാത്രാ പ്രശ്നം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. മഴക്കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടാറിങ് പോലുള്ള റോഡ് പ്രവൃത്തികൾ ഒരുപാട് മുന്നോട്ടേക്ക് തള്ളി വരും. ഇത് പണ്ടേക്ക് തീർത്തിരുന്നെങ്കിൽ നിലാവ് പദ്ധതിയിൽ ഞങ്ങളെന്നെടുത്ത തീരുമാനപ്രകാരമാണെങ്കിൽ പാടിക്കാലം തുടങ്ങി യൂസിലിയിൽ അവസാനിക്കുകയും ചെറുപുഴ തുടങ്ങി മുതു അവസാനിക്കുകയും ഇരുമേനി തുടങ്ങി താവൂറിൽ അവസാനിക്കുന്ന തരത്തിൽ വാർഡിൻ്റെ മെയിൻ റോഡുകളിൽ ബന്ധപ്പെടുന്ന എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് മെയിൻ വലിച്ച് എല്ലാ പോസ്റ്റിലും ലൈറ്റിടുന്ന പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടുണ്ട്. പക്ഷേ ബൾബിടാനോ അത് കത്തിക്കാനോ നാളെ വരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആയിട്ടും ഈ ഒരു 3.5 വർഷക്കാലമായിട്ടും അതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചിട്ടില്ല. അതൊരു
അനാവശ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, ദൂഷ്യകാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ആ ഒരു സ്ഥലം മാറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ചെയ്ത പല റോഡുകൾ ചെറുപുഴ പഞ്ചായത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ആരാധനയ്ക്ക് മുമ്പിലേക്ക് കൂടി പോകുന്ന റോഡുകൾ കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് അതിൻ്റെ 2 ഇരു സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ 2 കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമാകുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്ന പദ്ധതിയിൽ പോലും ഒരു പൂർത്തീകരണം നടത്താം. ചെറിയ ചെറിയ റോഡുകളിലൂടെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൈക്കൂടാൻ വേണ്ടിയിട്ട് ആ പാതകളെല്ലാം വെട്ടിക്കീറി ഗതാഗത യോഗ്യത്തിന് യോജിക്കാത്ത രീതിയിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രവും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തും കൂടെ വീതം എടുത്ത് നടത്തേണ്ട ഒരു പദ്ധതിയാണ് ഈ ജലജീവൻ പദ്ധതി. അത് പഴശ്ശിയിൽ നിന്ന് ചെറുപുഴയിലേക്കാണ്, ചെറുപുഴ പഞ്ചായത്തിലേക്കാണ് ആ കുടിവെള്ളം കൊണ്ടുവരേണ്ടത്. അത് പഴശ്ശി മുതൽ ചെറുപുഴ വരെ അതിൻ്റെ യാതൊരു ഒരു പണിയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ച് മലയോരങ്ങളിൽ നമ്മുടെ റോഡുകൾ വെട്ടിക്കീറി അതിലൂടെ പൈപ്പിട്ട് തൽക്കാലം ജനങ്ങൾക്ക് പോലും അറിയില്ല ഇത് എന്തിനു വേണ്ടിയാണ് ഈ പൈപ്പ് ഇടുന്നത് എന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല. ആ രീതിയിലേക്ക് റോഡ് ഗതാഗതത്തിൽ യോഗ്യത അല്ലാതാക്കി മാറ്റുകയും ഇത് ഈ പദ്ധതി ഇവിടെ നടപ്പിൽ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. അത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടായാലും അല്ലെങ്കിൽ വികസന സമിതി വിളിച്ചിട്ടായാലും ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. അത് ജനങ്ങളിലേക്ക് അറിയിച്ചിട്ടില്ല, ജനങ്ങൾക്ക് അറിയുകയുമില്ല. ഇത് എന്തിനാണ് ഈ റോഡ് വെട്ടിക്കീറുന്നതെന്ന് നമ്മളോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഇതാണ് സംഭവം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കറിയില്ല. ഇതുപോലെ ജലജീവൻ പദ്ധതി പഴശ്ശിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചെറുപുഴയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. 130 കോടി രൂപയ്ക്ക് പകരം അതിൽ തുച്ഛമായി കുറഞ്ഞൊരു സംഖ്യ കൊണ്ട്, ഒരു 10, 20, 30 കോടി രൂപ കൊണ്ട് നമ്മുടെ ഈ തേജസ്വിനി പുഴയ്ക്ക് തന്നെ ചെറുപുഴ പഞ്ചായത്തിനും അതുപോലെ തന്നെ ഈസ്റ്റളേരി പഞ്ചായത്തിനും അതുപോലെ പെരിങ്ങോമൈക്കൽ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ചെറുപുഴ പുഴയുടെ താഴ്ഭാഗത്ത് ഡാം കെട്ടി ആ ജലക്ഷാമം പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്രയും ഭീമമായ ഒരു സംഖ്യ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും പഞ്ചായത്തിനായാലും അത്രയും ഒരു ഭീമമായ സംഖ്യ ചെലവഴിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ഈ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനെതിരെ വിവിധമായ കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത, അനാസ്ഥത, പഞ്ചായത്ത് ഭരണസ്തംഭൻ, അതിനെതിരെ ഈ വരുന്ന തിങ്കളാഴ്ച 10 മണിക്ക് 20-ാം തീയതി 10 മണിക്ക് ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി പഞ്ചായത്തിലേക്ക് നീങ്ങുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അതിന് എല്ലാ ജനങ്ങളെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിന് മാധ്യമ സുഹൃത്തുക്കളും സഹായം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്